വിഖ്യാതമായ ഫ്രഞ്ച് നോവൽ ലേ മിസറബിളെ പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് നാരായണമേനോൻ മലയാളത്തിലാക്കിയിട്ട് ഇത് 100ാം വർഷമാണ്. ഒരുപക്ഷെ മലയാളത്തിന്റെ ഗദ്യശൈലിയെ സമഗ്രമായും ആഴത്തിലും സ്വാധീനിച്ച ആദ്യത്തെ ഗദ്യരചന പാവങ്ങൾ ആണെന്നാണ് നമ്മൾ കരുതുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ 16ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണോ മലയാള കാവ്യഭാഷയ്ക്ക് ഒരു ക്രമക്കണക്ക് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് ഒരു ഭാഷാ ക്രമക്കണക്ക് ഉണ്ടാക്കിയത്, അവിധം പിൽക്കാലത്ത് മലയാള ഗദ്യശൈലിയെ വലിയ തോതിൽ സ്വാധീനിച്ച ഒരു പുസ്തകമായിരുന്നു നാലപ്പാട്ട് നാരായണമേനോൻ നിർവഹിച്ച വിവർത്തനം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായനാവാരത്തോടനുബന്ധിച്ച് ഈ ലക്കം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. രാങ് വാൽ രാങ് എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ ലോകത്തെ ഏത് ദേശത്തെയും ഏത് കാലത്തെയും മനുഷ്യർക്ക് ആസ്വദിക്കാനാവുന്ന മഹത്തായ ഒരു നോവലാണ് വിക്ടർ ഹ്യൂഗോ ചമച്ചത്. അതിന്റെ വിവർത്തനത്തിലൂടെ മലയാളത്തിന് ഭദ്രമായ ഒരു ഗദ്യശൈലി സമ്മാനിക്കുകയായിരുന്നു നാലപ്പാടൻ ചെയ്തത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇലക്കം വായിക്കും. ആ മഹാനായ വിവർത്തകൻ കണ്ണുനീർത്തുള്ളിയിലൂടെയും മറ്റും കവിയെന്ന നിലയ്ക്ക് പ്രസിദ്ധനായിരിക്കെ തന്നെ ഭാഷാഗദ്യത്തിന് അദ്ദേഹം ചെയ്ത വലിയ സംഭാവനയെ ആഴത്തിൽ പരിശോധിക്കുന്ന 2 ലേഖനങ്ങൾ ഡോക്ടർ പി.കെ. രാജശേഖരനും ഡോക്ടർ സുനിൽ പി. ഇളയിടവും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു. ഈ വായനാവാരത്തിൽ മലയാളിയെ കഴിഞ്ഞ 100 വർഷങ്ങളായി സ്വാധീനിച്ച ഒരു മഹാപുസ്തകത്തിന്റെ അടരുകളെ ആഴത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം.